ഇത് യു ഡി എഫിന് വേണ്ടി അല്ല സോറി സി പി എമ്മിന് വേണ്ടിയിട്ടും ഇടതുപക്ഷത്തിന് വേണ്ടി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വി ഡി സതീശനാണെന്നുള്ളൊരു പൊതുബോധം കോൺഗ്രസ് നേതാക്കന്മാരുടെ ഇടയിലും കോൺഗ്രസ് അണികളുടെ നേതൃത്വം ലീഗിൻ്റെ അണികളുടെ നേതൃത്വം വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നലെ എന്നോടൊരു സുഹൃത്ത് പറയുമായിരുന്നു, ഈ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന മുതിർന്ന നേതാവാണല്ലോ ലീഗിൻ്റെ, അദ്ദേഹം ഈ മുതിർന്ന നേതാക്കന്മാരുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി, കെ എം മാണി പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരുടെ കൂടെ യു ഡി എഫ് യോഗത്തിൽ പങ്കെടുത്തിരുന്ന ആളാണ്. അദ്ദേഹത്തിന് അതിൻ്റെ വില അവിടെ കിട്ടുകയും അദ്ദേഹം പറയുന്ന വാക്കുകൾ അതുപടി ഏറ്റെടുക്കുകയും ചെയ്ത ആളാണ്. കാരണം കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല കാലം തുടങ്ങി അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അദ്ദേഹം ഇവരോടൊക്കെ തർക്കിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഈ കുഞ്ഞാലിക്കുട്ടി പോലെയുള്ള ഒരു മഹാനായ ഈ ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഒരു കാര്യം പറഞ്ഞത് അംഗീകരിക്കാതെ ഇവരോട് തർക്കിക്കുകയും ഇവരുടെ ഇഷ്ടത്തിന് തന്നിഷ്ടം പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സംവിധാനത്തിലേക്ക് യു ഡി എഫിനെ കൊണ്ട് എത്തിച്ചത് വി ഡി സതീശനാണ്. അതിൻ്റേതായ ശക്തമായ പ്രതികരണമാണ്. അതുകൊണ്ടാണ് ഇന്നെന്താണ് പറയുന്നത്, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നതാണ്. അതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ കാണുന്നത്. കുഞ്ഞാലിക്കുട്ടീനെയും പിന്നെ സണ്ണി ജോസഫിനെ ഈ കാര്യം സംസാരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചത്. ഞാൻ എൻ്റെ അഭിപ്രായം എന്താ അറിയോ, അൻവർ എടുക്കുന്ന നിലപാടാണ് ശരി. എന്തുകൊണ്ട് അങ്ങനെ നിലപാട് ശരിയെന്ന് അറിയോ, ഘടകകക്ഷിയാക്കട്ടെ എന്ന്. എല്ലാവരും ഈ അസോസിയേറ്റ് ഘടകകക്ഷിനെ കുറിച്ച് വലിയ കാര്യം പറഞ്ഞല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം. RMPനെയാണല്ലോ ഒരു അസോസിയേറ്റ് ഘടകകക്ഷിയാക്കിയിട്ടുള്ളത്. എന്തുകൊണ്ട് RMPനെ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാൻ കാരണം, അസോസിയേറ്റ് ഘടകകക്ഷിയാക്കുന്ന RMPയുടെ MLA ആയി മത്സരിക്കുന്ന KK രമയ്ക്കാണ്. അവിടെ രമേനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്.